നമസ്കാരം. ബിസിനസ് മാസ്റ്ററി ഹബിലെ സമ്പത്തിന് നിയമങ്ങൾ എന്ന് പറയുന്ന ഈ പോഡ്കാസ്റ്റ് സീരീസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 8 ദിവസത്തെ സീരീസ് നിങ്ങൾ കണ്ടു കാണും. കാണാത്തവരൊന്ന് പോയി കാണുക. അത് 8ഓളം നിയമങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് 9ാമത്തെ നിയമമാണ് സമ്പത്തിന്റെ നിയമങ്ങൾ 9. പണത്തിന്റെ ദാസനല്ല, പണത്തിന്റെ ഉടമയാകുക എന്നുള്ളതാണ്. എന്താണ് അങ്ങനെ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി കാണും, എങ്കിലും പറയാം. നമ്മൾ പൊതുവെ എല്ലാവർക്കും സംഭവിക്കുന്നത്, നമ്മൾ പണം നേടാൻ വേണ്ടി ദിവസവും ഹാർഡ് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ പോരാടും. പക്ഷേ പണം നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നതൊന്ന് നിങ്ങളും ഞാനും ഒക്കെ പുനർവിചിന്തനം ചെയ്യേണ്ട കാര്യം. എല്ലാവർക്കും അറിയാം അത്, പക്ഷേ എങ്കിലും അതിനെ ശ്രദ്ധിക്കാറില്ല എന്നതാണ് സത്യം. ഇതാണ് സമ്പന്നരുടെയും സാധാരണക്കാരെയും വേർതിരിക്കുന്ന ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. എന്താണ്? പലരും ജീവിതത്തിൽ മുഴുവൻ പണത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു, പക്ഷേ ധനികർ പണത്തെ തങ്ങൾക്കായി ജോലി ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതാണ് നിയമം. ഇത് നമുക്ക് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. പണം നമ്മുടെ അടിമയായാൽ അത് നമുക്ക് സേവനം ചെയ്യും. പക്ഷെ നാം പണത്തിന്റെ അടിമയായാൽ അത് നമ്മെ നിയന്ത്രിക്കും. ഇപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ പണമാണോ നമ്മളെ നിയന്ത്രിക്കുന്നത്? അല്ല, നമ്മൾ പണത്തെയാണോ നിയന്ത്രിക്കുന്നത്? താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി നോക്കട്ടെ, എത്ര പേർക്ക് കമന്റ് ചെയ്യാൻ പറ്റുന്നു. ഇത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം. പണം നേടാനുള്ള ലക്ഷ്യം വ്യക്തമായിരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. പലരും പണം വേണമെന്ന് തോന്നാറുണ്ട്. പക്ഷെ എന്തിനാണ് പണം എന്നത് ഉത്തരമില്ലാത്ത ഉത്തരമില്ലാത്ത അവസ്ഥയാണ് വരുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം പലർക്കും ഉണ്ടാവാറില്ല. വൈ യു വാണ്ട് മണി? നോ, ഐ വാണ്ട് മണി എന്നും എത്ര മണി വേണമെന്നോ എന്തിനു മണി വേണമെന്നുള്ള ഉത്തരം പലർക്കും ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് പ്രധാനം നിൽക്കേണ്ടത്. അത് തന്നെയാണ് പണത്തിന് അടിമത്വം തുടങ്ങുന്ന സ്ഥലം എന്ന് തിരിച്ചറിയുക. പണം ഒരു ലക്ഷ്യമല്ല, പണം ഒരു ഉപകരണം മാത്രമാണ് എന്ന് ഇതിനു മുമ്പത്തെ സീരീസിലും പറയുകയുണ്ടായി. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. പണം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി ഉപയോഗിക്കേണ്ട സാധനമാണ്, പ്രദർശനത്തിനല്ല. പണം നമ്മുടെ സമയം വാങ്ങാൻ ഉപയോഗിക്കണം, കടമകൾ കൂട്ടാനാവരുത്. പണം നമ്മുടെ കുടുംബത്തിന് സുരക്ഷയ്ക്കായി വേണം, പേടിക്കായാവരുത്. അല്ലേ? മണി ഷുഡ് ബി യുവർ സെർവൻറ്, നോട്ട് യുവർ മാസ്റ്റർ എന്നൊരു ചൊല്ലുണ്ട്. ഇത് കൃത്യമായി പാലിക്കപ്പെടണം. എങ്കിൽ മാത്രമാണ് നമുക്ക് അതിൽ മുമ്പോട്ട് പോകാൻ പറ്റുക. നിങ്ങൾ പണം നിയന്ത്രിക്കുമ്പോഴാണ് ജീവിതം നിയന്ത്രിക്കപ്പെടുന്നത് എന്നറിയാം. കൃത്യമായി മനസ്സിലാക്കിയെടുക്കണം. കാരണം പിന്നെ അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ട, പണം ലഭിച്ചാൽ മനസ്സ് മാറണം എന്നുള്ളതാണ്. അല്ലേ? അപ്പോൾ നമ്മൾ പറയും, അയ്യോ ഞാനെങ്ങനെ മാറും എന്നൊക്കെ. പണം വന്നാൽ സന്തോഷവും പോയാൽ വിഷാദവും അനുഭവിക്കുന്നവർ ഇപ്പോഴും പണത്തിന്റെ അടിമകളായിരിക്കും എന്നറിയുക. സത്യത്തിൽ പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ മനോഭാവം തന്നെയാണ് നിങ്ങളുടെ സാമ്പത്തിക ഭാവി നിശ്ചയിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പണം കിട്ടിയാൽ വിനയം നിലനിർത്തണം. പണം പോയുമ്പോൾ മനഃശാന്തി നിലനിർത്തണം. പണത്തോട് ആശങ്കയോ ഭയമോ പാടില്ല. ആത്മവിശ്വാസം മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. ഇവിടെയാണ് പ്രധാനമായിട്ടുള്ള, നമ്മൾക്ക് സമ്പത്ത് വരുമ്പോൾ അത് ഉടമസ്ഥതയോടെ കൈകാര്യം ചെയ്യാനുള്ള മാനസികമായ സമന്വയം നമ്മൾ പാലിക്കണം. അത് പോകുമ്പോൾ അതൊരു പാഠമായി, ഇവൻ എന്നെ വന്നു പഠിപ്പിച്ചു, അത് പോകുന്നു എന്നുള്ള പാഠമായി കാണാനുള്ള കഴിവുണ്ടാവണം. കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു പോകാം. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ എന്താ കുഴപ്പം, എന്താണ് വിഷയം? ഞാൻ കഴിഞ്ഞ 2 വർഷം ജോലി ചെയ്ത കാശുമായിട്ട് ഒരാൾ പോയി. നമ്മൾ അതെങ്ങനെയാ പോവാ? അപ്പം ഞാൻ 2 വർഷമായി ജോലി ചെയ്ത കാശ്, ഒറ്റ കാശ് പോലും നാട്ടിൽ അയക്കാതെ ഞാൻ ഇവിടെ ബാങ്കിൽ സേവ് ചെയ്ത് വെച്ചു. എൻ്റെ ഒരു സുഹൃത്തിന് ഒരു ബിസിനസ് തുടങ്ങണം എന്ന് കരുതി പറഞ്ഞപ്പോൾ ഞാൻ അവന് കടമായി 2 ലക്ഷം ദിർഹംസ് കൊടുത്തു. ഇപ്പോഴവൻ ഞാൻ വിളിച്ച ഫോണും എടുക്കുന്നില്ല, എനിക്ക് ആ പൈസ തിരിച്ചു നൽകുന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ഡോക്യുമെന്റ് കൊടുത്തതിന്? ഇല്ല, അവൻ എൻ്റെ സുഹൃത്താണ്. തിരിച്ചു കിട്ടി ഇപ്പോൾ എടുക്കാതിരിക്കുമ്പോൾ സുഹൃത്താണോ? അല്ല, ഇപ്പോഴവൻ എൻ്റെ സുഹൃത്തല്ല, അവൻ എന്നെ ദ്രോഹിച്ചു, എന്നെ പിന്നെ അറിയാലോ ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എൻ്റെ ഒരു ചോദ്യം, ഒറ്റ കാര്യമുള്ളൂ, ഇത് വ്യത്യസ്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. 2 വർഷക്കാലം നിങ്ങളുടെ കയ്യിൽ വന്ന നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ അടുത്തേക്ക്, നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി, നിങ്ങളെ സഹായിക്കാൻ വേണ്ടി
നിങ്ങളെ പരിഗണനയ്ക്ക് വേണ്ടി നിങ്ങളോട് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് വന്ന പണത്തെ നിങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതെ, നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന ഒരു കാര്യവും ചെയ്യാതെ നിങ്ങൾ ബാങ്കിൽ നിക്ഷേപിച്ചു. ഓക്കെ, ശരി. അപ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സിൽ എൻ്റെ പൈസ അവിടെ ഉണ്ടല്ലോ 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 എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾ അതിനെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു എന്ന് തന്നെ കരുതിക്കോളൂ. കുഴപ്പമില്ല. ആണ്. അത് കഴിഞ്ഞ് നിങ്ങൾ അതേ പണത്തോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് പോയിട്ട് അവന് വേണ്ടി ഒന്ന് സഹായിക്കൂ, അവനെ ഒന്ന് നന്നാക്കാൻ വെക്കൂ എന്ന് പറഞ്ഞ് ആ പണം നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? നിങ്ങൾ ഭയത്തോടെയല്ലേ കൊടുത്തത്? ആണ്, ഭയത്ത് അല്ലേ. അവൻ തരുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ശരിയാണല്ലോ. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇനി ആ പണം അവിടെ പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോഴേക്കും കിട്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ്? അവൻ ചതിച്ചു എന്ന് നിങ്ങൾ അപ്പോഴും പറയാൻ തുടങ്ങും. ചിലപ്പോൾ അവൻ കാശില്ലാഞ്ഞിട്ടാണ് നിങ്ങൾക്ക് തരാത്തതെങ്കിലോ, കാശുണ്ടാവുന്നത് വരെ അവന് ഗ്രാറ്റിറ്റ്യൂഡോടൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് മനസ്സിലാക്കേണ്ട കുറെ തത്വമാണ്. ഈ പണവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കുറേ തത്വങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഏറ്റവും വലിയ പാഠമായി മാറേണ്ടത്. മനസ്സുറച്ചതായാൽ പണം ശാന്തമായി നിലനിൽക്കുമെന്ന് അറിയുക. അപ്പൊ പണത്തെ നിയന്ത്രിക്കുന്ന ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കണം. എന്താണ്? പല ബിസിനസ്സുകാർക്കും പണം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് പണത്തിനെ നിയന്ത്രിക്കുന്ന സിസ്റ്റം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാജയം. അതുകൊണ്ട് പണം വന്നാലും നിലനിൽക്കാത്ത ഒരവസ്ഥ ഉണ്ടാകും. ഇവിടെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ, നമുക്ക് പലപ്പോഴും ധനബുദ്ധി എന്ന് പറയുന്ന സംഭവം, ഈ വാക്കന്നെ പൊതുവെ കേട്ടത് കുറവായിരിക്കും അല്ലെ? ധനബുദ്ധി എന്ന് പറയുന്ന വാക്ക് തന്നെ കേട്ടത് കുറവായിരിക്കും. ധനബുദ്ധി വളർത്താൻ ചില അനിവാര്യമായ ശീലങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇത് നിർബന്ധമായി പാലിക്കേണ്ട ഒരു ശീലമാണ്. എല്ലാവരും, അസാധാരണക്കാരനോ പണക്കാരനോ എല്ലാവരും പാലിക്കേണ്ട ഒരു സാധാരണ നിയമമാണ്. ധനബുദ്ധി എന്ന വാക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ റെയറാണ്. കാരണം അതൊന്നും നമ്മൾ എവിടെയും പഠിപ്പിച്ചില്ല. പകരം നമ്മളെ പഠിപ്പിച്ചത് ഇല്ല, അല്ല, വന്നില്ല എന്നൊക്കെ പറയാനാണ്. അങ്ങനെ ഏതായാലും നമുക്ക് നിയമത്തിലേക്ക് കിടക്കാം. അനിവാര്യമായ ചില ശീലങ്ങളെ പറഞ്ഞു പോകാം. ഒന്ന്, നമ്മുടെ എല്ലാ വരുമാനങ്ങളും ചെലവുകളും രേഖപ്പെടുത്തുക. നടക്കോ? എത്ര പേർക്കറിയാം? മൊബൈൽ എക്സ്പെൻഡിസ് ആപ്പുകൾ ഒരുപാടുണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻസ് ട്രാക്കർ എന്ന് പറഞ്ഞ ഒരുപാട് ആപ്പുകൾ നിങ്ങൾക്ക് മൊബൈലിൽ കിട്ടും. അതിൽ ചേർത്ത് വെക്കാവുന്നതേ ഉള്ളൂ. മാസാവസാനം റിപ്പോർട്ട് എടുക്കാം. നമ്മുടെ പണത്തിന്റെ ദിശ കൊടുക്കുക. ഓരോ രൂപയും എവിടേക്കാണ് പോകേണ്ടത് എന്ന് നിശ്ചയിച്ചിരിക്കുക. ഞാൻ ഇന്ന സാധനത്തിന് ഇന്ന് കൊടുക്കും, ഇന്ന് വാങ്ങിക്കുന്നത് മുൻകൂട്ടി ധാരണ ഉണ്ടാക്കി വെക്കുക. മൂന്നാമത്, പണത്തിന് പ്രവർത്തിക്കാനുള്ള അവസരം നൽകണം. നിക്ഷേപങ്ങൾ, പാസീവായിട്ടുള്ള ഇൻകങ്ങൾ, സേവിങ് സിസ്റ്റം പോലുള്ള സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക. അതിലൂടെ നമ്മൾ കടത്തിക്കൊണ്ട് പോകണം. അപ്പോൾ മാത്രമേ അതിന് നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ പണം നമ്മളൊരു സേവകനാക്കി മാറിയാൽ മാത്രമാണ്, ആ സിസ്റ്റത്തിലൂടെ കൊണ്ടുപോയാൽ മാത്രമാണ് ഇത് സാധ്യമാകുക എന്ന് അറിയുക. പണം നമ്മളെ നിയന്ത്രിക്കാതെ നമ്മൾ പണത്തെ നിയന്ത്രിക്കുന്ന ആളായി മാറണം. ഇനി ധനികർ പണത്തോട് നൽകുന്ന ഒരു ആധിപത്യം കാണിക്കുകയാണ് ചെയ്യുന്നത്, ആവേശമല്ല എന്ന് തിരിച്ചറിയുക. കാരണം സാധാരണക്കാരന് പണം കിട്ടുമ്പോൾ അവൻ ആദ്യം ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് അറിയോ? ഇതെങ്ങനെ ചെലവാക്കും, എന്തിനൊക്കെ ഞാൻ ചെലവാക്കും, എവിടെയൊക്കെ എനിക്ക് കൊടുക്കാനുണ്ട്, ഇതൊക്കെ കൊടുത്തു തീർക്കട്ടെ എന്നുള്ളതാണ്. പക്ഷെ പണക്കാർ ചിന്തിക്കുന്ന നേരെ തിരിച്ചാണ്. എവിടെ ചെന്നാൽ ഈ കാശിനെ കൂടുതൽ ലാഭമുണ്ടാക്കാൻ പറ്റുമെന്നാണ്. ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും കാര്യമാണ്. നമ്മുടെ ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് ഒരു സംഖ്യ എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ മാനസികമായ ആ യഥാർത്ഥ ബന്ധമാണ് സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക. പണം നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അനുദിനം ചിന്തിച്ചു നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പണത്തിനാണ് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിന് ഇന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യാനുള്ള തീരുമാനമെടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ഒരു കമന്റും കൂടി താഴെ രേഖപ്പെടുത്തിയേക്ക്. നിങ്ങൾ ഇന്നു മുതൽ പണത്തിന്റെ ദാസനല്ല, അതിന് യജമാനാണ് എന്ന് ഉറപ്പിക്കുക. ബി ദ മാസ്റ്റർ ഓഫ് മണി ആൻഡ് മണി വിൽ ഒബേ യു എന്ന് തിരിച്ചറിയുക. താങ്ക് യു വെരി മച്ച്. ദിനേശ് മുങ്ങത്ത് സൈനിങ് ഓഫ്. താങ്ക് യു.